ഇരിക്കൂ. കഴിഞ്ഞ കുറേ മാസങ്ങളായി നമ്മൾ ഒരേ കാര്യം തിരിച്ചു മറിച്ച് സംസാരിക്കുന്നു. ഇതിപ്പോൾ വരുണിന് കൂടെ നിൽക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഒരു ഒത്തുതീർപ്പിന് ശ്രമിച്ചൂടെ? ഇനി അത് നടക്കില്ല മാം. നിത്യ, ഞാൻ തന്നെ ഫോഴ്സ് ചെയ്യണമെന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ കുഞ്ഞിൻ്റെ അവസ്ഥ കൂടെ ഒന്ന് നോക്കണ്ടേ? ഇയാൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിലോ? ഞാൻ ഇത്രയും കാലം പറഞ്ഞൊന്നും മാം സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലാന്ന് തോന്നുന്നു. ഇനിയൊരു ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഞാനത് എന്നോട് തന്നെ ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. മാം, ഞാൻ ഇവൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തിട്ടും പോരാന്ന് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ സംസാരിച്ചതല്ലേ മാം? മാം, നിത്യയ്ക്ക് എന്നോട് എന്താണ് ഇപ്പോഴും ഇത്രയും വാശി? ഞാനിനി എന്ത് ചെയ്താലും നിത്യയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുമോ? നിത്യ, ഒരാൾ ഇത്രയും കോഓപ്പറേറ്റീവായി നിൽക്കുമ്പോൾ എൻ്റെ മോൻ്റെ തൊടയിൽ കറുത്ത വലിയൊരു പാടുണ്ട്. നോ മാം, ഞാൻ പറയാം. മാം, അവനെൻ്റെ മകനല്ലേ? അവനൊരു തെറ്റ് കാണിക്കുമ്പോൾ ഞാനല്ലേ പറഞ്ഞു കൊടുക്കട്ടെ? പിന്നെ ഈ അടിച്ചെന്ന് പറഞ്ഞ ദിവസം ഞാൻ അടിച്ചിട്ട് അവൻ കരഞ്ഞില്ല. എന്താ കാരണം? ബിക്കോസ് ഈസ് എ ബോയ്. അവനൊരു ആൺകുട്ടിയാണ്. അവൻ ആ രീതിയൊക്കെ മനസ്സിലാവും. 6 വയസ്സുള്ളൊരു കുട്ടീനെ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടാണോ തിരുത്തേണ്ടത്? താൻ കുഞ്ഞിനെ ഉപദ്രവിക്കാറുണ്ടോ? നിത്യ അത് ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. അവളെന്ത് പറയാൻ? ഇതിനിപ്പം പറയാൻ മാത്രം എന്തിരിക്കുന്നു? എൻ്റെ ഭാര്യയും കുഞ്ഞും അല്ലേ? മാം, ചിലപ്പം തല്ലണ്ടി വന്നാൽ തല്ലും. ഓക്കെ വരുൺ, അവരുടെ തീരുമാനത്തിൽ അവർ സ്ട്രോങ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ എൻ്റെ മോൻ അച്ഛനില്ലാതെ ജീവിക്കണ്ട. അതിനിപ്പോ ഡിവോഴ്സ് ആയാലും നിങ്ങൾ അച്ഛനും മോനും തമ്മിൽ കാണാനും സംസാരിക്കാനൊക്കെ പറ്റും. നിത്യയ്ക്ക് അവരുടേതായ സ്പേസ് വേണ്ടേ? നമ്മൾ അത് റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്റ്റോ? വാട്ട് കൈൻഡ് ഓഫ് റെസ്പെക്ട് ആർ യു ടോക്കിംഗ് അബൌട്ട് മാം? എൻ്റെ ഫാമിലി റെപ്യൂട്ടേഷനെ പോലും റെസ്പെക്ട് ചെയ്യാതെ സ്വന്തം ഇഷ്ടം അനുസരിച്ച് ജീവിക്കുന്ന ഒരാളെ പറ്റിയാണ് മാം സംസാരിക്കുന്നത്. ഐ ഹോപ്പ് യു നോ ദാറ്റ്. എൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനം മാനിക്കുക എന്നുള്ളതൊരു ബേസിക് മര്യാദയല്ലേ മാം? മര്യാദ? മാം, ഇവൾക്ക് പല ആൾക്കാരായിട്ട് ബന്ധമുണ്ട്. അതാണ് ഇവിടെ ഡിവോഴ്സ് എന്ന് പറഞ്ഞാൽ നടക്കുന്നത്. ഇവിടെ ഇരുന്ന് മര്യാദയ്ക്ക് സംസാരിക്കണം. ഇത്ര വെറുപ്പുള്ളിൽ വെച്ചോണ്ടാണോ വീണ്ടും ഒന്നിച്ച് ജീവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്? Yes, because I am her husband. ശബ്ദം കുറയ്ക്കണം. നിങ്ങൾ എന്നോട് സൗണ്ട് കുറയ്ക്കാൻ പറയാറായിട്ടില്ല. നിങ്ങൾ ആദ്യം ഇവിടെ നിലയ്ക്ക് നിർത്താൻ നോക്ക്. എന്നിട്ട് മതി എന്നെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് നിങ്ങളുടെ ഓഫീസാണ്, കോടതിയാണെന്ന് കരുതി എൻ്റെ മെക്കിട്ട് കയറാൻ വരില്ലേ? അല്ലെങ്കിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് ആയ സീറ്റിൽ പെണ്ണുങ്ങളെ കയറ്റി ഇരുത്തിയവനെ കാണാം. നിർത്തട. സെക്ഷൻ 317 IPC ചൈൽഡ് അബ്യൂസ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 രണ്ടും കൂടെ ചേർത്ത് നിത്യ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുത്താലുണ്ടല്ലോ, താമ്പിനെ അകത്ത് കിടന്ന് ഇതുപോലെ ചെലയ്ക്കും. ഓഹോ, എന്നാ അവളോട് ആ കേസ് അങ്ങോട്ട് കൊടുക്കാൻ പറ. വരുൺ, മിണ്ടരുത്. എനിക്കൊരാളെ ഇഷ്ടമാണ് മാം. പക്ഷെ വരുൺ പറയുന്ന പോലെ അതുകൊണ്ടൊന്നുമല്ല ഡിവോഴ്സ് ഫയൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ വരുണിനോടൊപ്പമുള്ളൊരു ജീവിതം തുടങ്ങുമ്പോൾ തന്നെ അവസാനിച്ചതാ. 9 വർഷം ഞാൻ ട്രൈ ചെയ്തു. പറ്റാഞ്ഞിട്ടാ, മടുത്തു. നിത്യ, ഡിവോഴ്സ് അനുവദിക്കുന്നത് കോടതിയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാം. പിന്നെ നിത്യയ്ക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഓഹോ, കാണാം.